Hello friends, today we are going to see the theory of classical conditioning by Ivan Pavlov. Ivan Petrovich Pavlov was a Russian physiologist. His period is from 1849 to 1936. ഇവിടെ നമുക്ക് വ്യക്തമാണ് ഇദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് അല്ല, ഇദ്ദേഹം ഒരു ഫിസിയോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ സയൻസ് ആയിരുന്നു. ഹി എൻറോൾഡ് ഇൻ ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ്. 1904 ഇദ്ദേഹത്തിന് ഫിസിയോളജിയിൽ നോബൽ പ്രൈസ് ലഭിക്കുകയും ഉണ്ടായി. ഇദ്ദേഹത്തിൻ്റെ സലൈവറി ഗ്ലാൻഡുകളെ പറ്റിയിട്ടുള്ള റിസർച്ചിൻ്റെ ഇടയിലാണ് ഇദ്ദേഹം വളരെ യാദൃശ്ചികമായി ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന പ്രതിഭാസത്തിലേക്ക് എത്തിച്ചേരുന്നത്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ അദ്ദേഹം ചെയ്യുന്നത് ഈ ഒരു ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഒരു ആനിമലിനെ, അദ്ദേഹം ഒരു ആനിമലിനെയാണ് കണ്ടീഷൻ ചെയ്തെടുത്തത്. ഒരു പ്രത്യേക റെസ്പോൺസ് കിട്ടത്തക്ക രീതിയിൽ ആ ആനിമലിനെ കണ്ടീഷൻ ചെയ്തെടുക്കുകയാണ് പാവ്ലോവ് ചെയ്തത്. അതായത് സ്വാഭാവികമായ രീതിയിൽ ആ ഒരു സ്റ്റിമുലസിനോട് ആ ജീവി അങ്ങനെ പ്രതികരിക്കേണ്ടതല്ല. പക്ഷേ കണ്ടീഷനിങ്ങിലൂടെ ഒരു പ്രത്യേക പ്രതികരണം ഒരു ജീവിയിൽ ഉണ്ടാക്കുവാനായി പാവ്ലോവിന് സാധിച്ചു. അതുകൊണ്ട് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ കണ്ടീഷൻഡ് റെസ്പോൺസ് തിയറി എന്ന് പറയും. ദാറ്റ് ഈസ് വി ആർ കണ്ടീഷനിങ് ദ ആനിമൽ ഓർ കണ്ടീഷനിങ് ദ സബ്ജക്റ്റ് ടു റെസ്പോണ്ട് ഇൻ എ പെർട്ടിക്കുലർ വേ. Response is conditioned. So this theory is also known as conditioned response theory. Here we are conditioning the respondent. പ്രതികരിക്കേണ്ട ജീവിയെ അല്ലെങ്കിൽ ആ സബ്ജക്റ്റിനെയാണ് നമ്മൾ കണ്ടീഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ റെസ്പോണ്ടൻറ്റ് കണ്ടീഷനിങ് എന്നും പറയാറുണ്ട്. ഐവാൻ പാവ്ലോവാണ് ഈ ഒരു കണ്ടീഷനിങ് ആദ്യമായി കണ്ടെത്തിയത് അല്ലെങ്കിൽ ഈ ഒരു പ്രതിഭാസത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളത് കൊണ്ട് ഇതിനെ പാവ്ലോവിയൻ കണ്ടീഷനിങ് എന്നും പറയുന്നു. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ 3 പേരുകളിലാണ് അറിയപ്പെടുന്നത്: കണ്ടീഷൻഡ് റെസ്പോൺസ് തിയറി, റെസ്പോണ്ടൻറ്റ് കണ്ടീഷനിങ് ആൻഡ് പാവ്ലോവിയൻ കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇസ് എ ഫോം ഓഫ് ലേണിംഗ്. ഒരു ലേണിംഗ് തന്നെയാണ്, ഒരു ബിഹേവിയർ മോഡിഫിക്കേഷനാണ്. സാധാരണഗതിയിൽ സംഭവിക്കാത്ത ഒരു റെസ്പോൺസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. സോ ഒരു ഹാബിറ്റ് ഫോർമേഷനാണ് അവിടെ നടക്കുന്നത്. ഒരു ഹാബിറ്റ് ഫോർമേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ബിഹേവിയറിസ്റ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു ഓവേർഡ് ബിഹേവിയറിൽ ഉണ്ടാക്കുന്ന മാറ്റമായതുകൊണ്ട് തന്നെ ഇതിനെ ലേണിംഗ് എന്നാണ് ബിഹേവിയറിസ്റ്റുകൾ പറയുന്നത്. സോ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇസ് എ ഫോം ഓഫ് ലേണിംഗ്. ഇവിടെ നടക്കുന്നത് 2 സ്റ്റിമുലസുകൾ പ്രസൻറ്റ് ചെയ്യാണ്. 2 സ്റ്റിമുലസുകൾ ഒരുമിച്ച് പ്രസൻറ്റ് ചെയ്യാണ്. ഒരു ന്യൂട്രൽ സ്റ്റിമുലസും ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും. കണ്ടീഷനിങ് പ്രോസസ്സിന് ശേഷം ഈ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് കണ്ടീഷൻഡ് സ്റ്റിമുലസായി മാറുകയാണ് ചെയ്യുന്നത്. അതെന്താണ് എന്നുള്ളത് പരീക്ഷണം വിശദമാക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു തരാം. ഇവിടെ ആ ഇൻഡിവിജ്വലിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് ആ ഒരു ആനിമലിൽ നിന്ന് നമ്മളൊരു റെസ്പോൺസ് എലിസിറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഈ ഒരു വേർഡ് വളരെ പ്രധാനമാണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ വി ആർ എലിസിറ്റിംഗ് റെസ്പോൺസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്ലാസിക്കൽ കണ്ടീഷനിങ് കൺസിഡേഴ്സ് ലേണിംഗ് ആസ് എ ഹാബിറ്റ് ഫോർമേഷൻ. ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ റെസ്പോൺസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് 2 പ്രിൻസിപ്പിൾസിൻ്റെ ബേസിസിലാണ്. പ്രിൻസിപ്പിൾ ഓഫ് അസോസിയേഷൻ ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. 2 സ്റ്റിമുലസുകളെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുകയാണ്. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിനെയും ന്യൂട്രൽ സ്റ്റിമുലസിനെയും നമ്മൾ അസോസിയേറ്റ് ചെയ്യുകയാണ്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് അസോസിയേഷൻ. കണ്ടീഷനിങ്ങിന് ശേഷം, നമ്മളുടെ ആ എക്സ്പെരിമെൻറ്റിന് ശേഷം അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് കണ്ടീഷൻ സ്റ്റിമുലസ് ആയിട്ട് മാറുകയാണ്. അതായത് ന്യൂട്രൽ സ്റ്റിമുലസിനെ ഈ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ് കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഇതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ, അവിടെ നടക്കുന്ന പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ നടക്കുന്നത് നാച്ചുറൽ സ്റ്റിമുലസ് റീപ്ലേസ്ഡ് ബൈ ആൻ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ്. ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ് കൊണ്ട് സ്വാഭാവികമായി ഉണ്ടാകാത്ത ഒരു റെസ്പോൺസിനെ നമ്മൾ നാച്ചുറൽ സ്റ്റിമുലസും ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസും തമ്മിൽ ക്ലബ്ബ് ചെയ്യുന്നതിലൂടെ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ് കണ്ടാൽ തന്നെ ആ ഒരു പെർട്ടിക്കുലർ റെസ്പോൺസ് ഉണ്ടാകത്തക്ക രീതിയിൽ ഒരു കണ്ടീഷനിങ് അവിടെ നടത്തുന്നു. The process of
സ്ട്രെങ്തനിങ് എ കണ്ടീഷൻഡ് റെസ്പോൺസ് ത്രൂ റീഇൻഫോഴ്സ്മെൻറ്റ്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ പാവ്ലോവ് ചെയ്ത എക്സ്പെരിമെൻ്റ് എന്താണ് എന്ന് നമുക്കൊന്ന് യൂട്യൂബിൽ കണ്ടിട്ട് വരാം. പാവ്ലോവ് ചെയ്യുന്നത് ഇതാണ്. ഇദ്ദേഹത്തിൻ്റെ നായകളിലെ സലൈവറി ഗ്ലാൻഡുമായുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള റിസർച്ചുകൾ നടക്കുന്നതിനിടയിൽ ഇദ്ദേഹം വളരെ യാദൃശ്ചികമായി ഒരു കാര്യം നോട്ട് ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ ജോലിക്കാരൻ വരുന്ന ശബ്ദം അല്ലെങ്കിൽ ജോലിക്കാരൻ വരുന്നു എന്നറിയുന്ന ഉടനെ തന്നെ നായ ഭക്ഷണം കഴിക്കാനായി റെഡിയായി നിൽക്കുന്നു. അതായത് ജോലിക്കാരനെ കാണുന്നില്ല, ഭക്ഷണം കാണുന്നില്ല, അല്ലാതെ തന്നെ നായ ഭക്ഷണം കഴിക്കാനായി റെഡിയായി നിൽക്കുന്നതായിട്ട് ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ പവർ വളരെ വേറിട്ട രീതിയിലുള്ളതായിരുന്നു എന്ന് ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ പാവ്ലോവ് തൻ്റെ നായ ജോലിക്കാരനെ കാണാതെ അല്ലെങ്കിൽ ഭക്ഷണം കാണുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണത്തിന് വേണ്ടി വളരെ അലേർട്ടായി നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ എങ്ങനെയാണ് നായയിൽ ഈ ഒരു റെസ്പോൺസ് ഉണ്ടായത്? അതായത് ഫുഡ് കാണുന്നില്ല, ഫുഡ് കാണാതെ തന്നെ ഫുഡ് കണ്ടതുപോലെ ഒരു റെസ്പോൺസ് എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന് ഇദ്ദേഹം ചിന്തിക്കുകയും അദ്ദേഹം ഒരു ഫിസിയോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അത് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്യണം, സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിൽ എത്തിച്ചേരുകയും അതിനുവേണ്ടി ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് റെഡിയാക്കുകയും ചെയ്തു. അദ്ദേഹം നായയുടെ സലൈവറി ഗ്ലാൻഡിൽ നിന്നും സലൈവ കളക്ട് ചെയ്യത്തക്ക രീതിയിൽ അതിനെ ഒരു സർജറിയൊക്കെ നടത്തി ഒരു ടെസ്റ്റ് ട്യൂബൊക്കെ കണക്ട് ചെയ്ത് റെഡിയാക്കി. അതിനുശേഷം ഇദ്ദേഹം ഫുഡ് കാണുമ്പോൾ നായ എത്രമാത്രം സലൈവേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ആ ടെസ്റ്റ് ട്യൂബിലൂടെ മെഷർ ചെയ്തു. ഫുഡ് കാണാതെ ഇദ്ദേഹം മനസ്സിലാക്കി ജോലിക്കാരൻ്റെ ചെരുപ്പിൻ്റെ ശബ്ദമാണ് ഈ നായയെ അലർട്ടാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ സൗണ്ടാണ് നായയെ അലർട്ടാക്കിയത് എന്ന് മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹം ഒരു ബെല്ല് വെറുതെ ഇങ്ങനെ കേൾപ്പിക്കുകയാണ്. ബെല്ലടിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നായയിൽ പ്രത്യേകിച്ച് പ്രതികരണമൊന്നും ഉണ്ടാകുന്നില്ല. ബെല്ലിനോടൊപ്പം തന്നെ അദ്ദേഹം എന്ത് കൊടുക്കുന്നു? ഫുഡ് കൊടുക്കുന്നു. അപ്പോൾ ബെല്ലെന്ന് പറയുന്നത് ഇവിടെ ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്. ബെല്ല് അടിക്കുമ്പോൾ നായയിൽ പ്രത്യേകിച്ച് പ്രതികരണമൊന്നും ഉണ്ടാക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ സലൈവേഷൻ, ഇവിടുത്തെ നമ്മളുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് സലൈവേഷനാണ്. ബെല്ല് എന്ന് പറയുന്ന സ്റ്റിമുലസ് കേൾക്കുമ്പോൾ സലൈവേഷൻ ഉണ്ടാകില്ല. അപ്പോൾ അതൊരു ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്. ഈ ന്യൂട്രൽ സ്റ്റിമുലസിനെയും ഫുഡിനെയും കൂടി ഇദ്ദേഹം ക്ലബ് ചെയ്യുന്നു. ചിത്രം നോക്കിക്കഴിഞ്ഞാൽ കാണാം. കണ്ടീഷനിങ് നടക്കുന്നതിന് മുമ്പ് നായയ്ക്ക് ഫുഡ് കൊടുക്കുന്നു. ഫുഡ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? നായ സലൈവേറ്റ് ചെയ്യുന്നുണ്ട്. ഫുഡ് എന്ന് പറയുന്നത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. സലൈവേഷൻ എന്ന് പറയുന്നത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. കണ്ടീഷനിങ്ങിന് മുമ്പ് തന്നെ അടുത്തൊരു കാര്യം കൊടുക്കുകയാണ്. ബെല്ലടിക്കുന്നു. നായയിൽ പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നുമില്ല. ബെല്ലെന്ന് പറയുന്നത് ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്. നായയിൽ സലൈവേഷൻ ഇല്ല, നോ സലൈവേഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കണ്ടീഷനിങ്ങിൻ്റെ സമയത്ത് അദ്ദേഹം ചെയ്യുന്നത് ബെല്ലിനൊപ്പം ഫുഡും കൂടി പ്രൊവൈഡ് ചെയ്യുന്നു. ഫുഡാണ് ഇവിടെ നായയിൽ എന്തുണ്ടാക്കുന്നത്? സലൈവേഷൻ ഉണ്ടാക്കുന്നത്. ബെല്ലല്ല. ബെല്ലിനെ നമ്മളവിടെ ഒന്ന് അസോസിയേറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഫുഡ് കണ്ടു കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും? സലൈവേറ്റ് ചെയ്യും. ഇപ്പോഴും സലൈവേഷൻ എന്ന് പറയുന്നത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. ഫുഡ് കണ്ടതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷനിങ് നടക്കുന്ന സമയത്ത് നായയിൽ സലൈവേഷൻ ഉണ്ടാകുന്നത്. ഇങ്ങനെ കുറേ ദിവസം ഈ ബെല്ലും ഫുഡും കൂടി ഒരുമിച്ച് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ക്രമേണ കാണാൻ സാധിച്ചു, ബെല്ല് അടിക്കുമ്പോൾ തന്നെ നായ എന്ത് ചെയ്യുന്നു? സലൈവേറ്റ് ചെയ്യുന്നു. കുറേ ദിവസം ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫുഡ് കാണുമ്പോൾ എത്രമാത്രം സലൈവേഷൻ ആ ടെസ്റ്റ് ട്യൂബിലുണ്ടായോ അത്രയും സലൈവേഷൻ ബെല്ല് കേൾക്കുമ്പോൾ തന്നെ നായയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ ബെല്ലെന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ് ഫുഡെന്ന് പറയുന്ന നാച്ചുറൽ സ്റ്റിമുലസിനെ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്തത്. ഷിഫ്റ്റ് ചെയ്തു, മാറ്റി. അപ്പോൾ ഒരു അസോസിയേഷനാണ്. ബെല്ലും ഫുഡും കൂടി അസോസിയേറ്റ് ചെയ്ത് കൊടുത്തതിലൂടെ നമ്മളൊരു ഷിഫ്റ്റിംഗ് ആണ് നടത്തിയത്. അപ്പോൾ ബെല്ല് അടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നായ സലൈവേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ നായയെ നമ്മൾ എന്ത് ചെയ്തു? കണ്ടീഷൻ ചെയ്തെടുത്തു. എന്തിനു വേണ്ടി? ബെല്ലടിക്കുമ്പോൾ തന്നെ സലൈവേറ്റ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ നായയെ കണ്ടീഷൻ ചെയ്തെടുത്തു. അതുകൊണ്ട് ബെല്ലെന്ന് പറയുന്നത് കണ്ടീഷനിങ്ങിന് ശേഷം കണ്ടീഷൻഡ് സ്റ്റിമുലസും ബെല്ലടിക്കുമ്പോൾ ഉണ്ടാകുന്ന സലൈവേഷൻ കണ്ടീഷൻഡ് റെസ്പോൺസുമാണ്.
അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നായയെ കണ്ടീഷൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് പാവ്ലോവിൻ്റെ എക്സ്പെരിമെൻറ്റിലൂടെ അദ്ദേഹം പ്രൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് എക്സ്പെരിമെൻ്റ് ഒന്ന് കണ്ടു നോക്കാം. Pavlov's aim was to discover what caused saliva to flow. He rerouted the salivary ducts to the outside of his dog's cheek so that he could collect and measure the spittle. Perhaps, he thought, the production of saliva might be the result of a fixed nervous reflex, like a knee jerk. 5 минут 42 секунды. After taking many measurements of spittle, he confirmed that the dogs drooled automatically when their tongues touched food. He called the response the salivation reflex. 4,5. Хорошая собачка. Я предлагаю поменять собаку. But his work started to run into trouble. As his dogs became familiar with the experimental routine, they started to fill their cheek tubes before Pavlov had a chance to stimulate their tongues. The dogs were learning to anticipate food. Pavlov tried a new technique. He erected screens so that the dogs couldn't see what was going on. Before passing meat through the hatch, he introduced a stimulus that was totally unrelated to feeding. A ticking metronome. At first, the dog dripped saliva into its cheek tube only when the food appeared. But after a number of trials, the dog began to connect the ticking with the arrival of meat. Soon, the sound alone made the dog drool. Eventually, the dog salivated as much to the ticking itself as it did originally to the presentation of food. Полная. Идите сюда. Что я говорил? He called this new response the conditioned reflex. Собака. Whatever the stimulus, his dogs could soon be conditioned to produce saliva. Pavlov believed that he had discovered how animals learned, even in the wild. എക്സ്പെരിമെൻ്റ് കണ്ടതിൽ നിന്ന് ക്ലിയറാണ്, കണ്ടീഷനിങ് നടക്കുമ്പോൾ കണ്ടീഷൻഡ് സ്റ്റിമുലസും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂട്രൽ സ്റ്റിമുലസിനെയും അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിനെയും കൂടി നമ്മൾ പെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടീഷനിങ്ങിന് ശേഷം കണ്ടീഷൻഡ് സ്റ്റിമുലസ് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മളുടെ നായ റെസ്പോണ്ട് ചെയ്തു. അതാണ് കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇതാണ് പാവ്ലോവിൻ്റെ എക്സ്പെരിമെൻറ്റ്. ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? ഫുഡ് എന്ന് പറയുന്ന അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ നമുക്ക് ആദ്യം കിട്ടിയിരുന്നത് അൺകണ്ടീഷൻഡ് റെസ്പോൺസാണ്. കണ്ടീഷനിങ്ങിന് മുമ്പുള്ള കാര്യമാണ്. ബിഫോർ കണ്ടീഷനിങ് ഫുഡ് ആക്ട്സ് ആസ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആൻഡ് വി ഗെറ്റ് സലൈവേഷൻ ആസ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. പിന്നീട് നമ്മൾ കണ്ടീഷൻ ചെയ്യുകയാണ്. ബെല്ലും ഫുഡും കൂടി അസോസിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഫുഡ് കൊടുക്കുമ്പോഴുണ്ടാകുന്ന സലൈവേഷൻ ബെല്ല് കേട്ടിട്ടല്ല, ഫുഡ് കാണുമ്പോൾ തന്നെയാണ് സലൈവേഷൻ ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് ഡ്യൂറിങ് കണ്ടീഷനിങ് പ്രോസസ്സ്. അവിടെ സലൈവേഷൻ എന്ന് പറയുന്നത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് തന്നെയാണ്. കണ്ടീഷനിങ്ങിന് ശേഷം നായ കണ്ടീഷൻഡായി, ബെല്ല് കേട്ടാൽ തന്നെ എന്ത് ചെയ്യുന്നു? സലൈവേറ്റ് ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ ബെല്ലെന്ന് പറയുന്നത് കണ്ടീഷൻ സ്റ്റിമുലസും അതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് കണ്ടീഷൻഡ് റെസ്പോൺസുമാണ്. ഇതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ചില പ്രിൻസിപ്പിൾസാണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്റ്റിങ്ഷനാണ്. പ്രിൻസിപ്പിൾ ഓഫ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുമ്പോൾ
കുറേ ദിവസം ബെല്ലിനോടൊപ്പം ഫുഡ് കൊടുക്കാതിരിക്കുന്നു. അതായത് ബെല്ലടിക്കുമ്പോൾ തന്നെ നായ എന്ത് ചെയ്യും? സലൈവേറ്റ് ചെയ്യും. പക്ഷേ നമ്മൾ എന്ത് കൊടുക്കുന്നില്ല? ഫുഡ് കൊടുക്കുന്നില്ല. അങ്ങനെ ഫുഡ് കൊടുക്കാതിരുന്നാൽ കണ്ടീഷൻഡ് റെസ്പോൺസ് ഇല്ലാതെയാകും. കുറേ ദിവസം ഫുഡ് കൊടുക്കാതെ ഇരുന്നാൽ, ബെല്ലിനൊപ്പം ഫുഡ് കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ കണ്ടീഷൻഡ് റെസ്പോൺസ് എക്സ്റ്റിങ്ക്റ്റ് ആകും. അങ്ങനെ നമ്മൾ ആ ഒരു SR അസോസിയേഷനെ ഡിസ്കണക്റ്റ് ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. ഒരു ടീച്ചർ കുറേ ദിവസം നന്നായി കുട്ടികളോട് റെസ്പോണ്ട് ചെയ്യുന്നു, പിന്നീട് എന്ത് ചെയ്യുന്നു? റെസ്പോണ്ട് ചെയ്യാതെയാകുന്നു. അങ്ങനെ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇന്നലെ പറഞ്ഞ ഉദാഹരണത്തിലെ കുട്ടിയുടെ ക്യൂരിയോസിറ്റി ഇല്ലാതെയാകും. രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് സ്പോണ്ടേനിയസ് റിക്കവറി. സ്പോണ്ടേനിയസ് റിക്കവറി പറയുന്നത്, നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് ദിവസം ഫുഡ് കൊടുക്കാതെ ഇരുന്നു, അപ്പോൾ നമ്മളുടെ ഈ ഒരു അസോസിയേഷൻ സ്റ്റോപ്പായി. ഇനി നമ്മൾ ആ സെയിം സിറ്റുവേഷൻ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ബെല്ലടിക്കുന്നതിനൊപ്പം ഫുഡും കൊടുക്കുകയാണെങ്കിൽ ദ ബിഹേവിയർ റീഅപ്പിയേഴ്സ്. ആ ബിഹേവിയർ എന്ത് ചെയ്യും? സലീവേഷൻ എന്ന് പറയുന്ന ബിഹേവിയർ റീഅപ്പിയർ ചെയ്യും, ബട്ട് ഇൻ എ റെഡ്യൂസ്ഡ് ഇൻറ്റൻസിറ്റി. ആദ്യം ഉണ്ടായ അത്രയും ഇൻറ്റൻസിറ്റി ഉണ്ടാവില്ല, പക്ഷേ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും, റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്നതാണ് സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറയുന്നത്. ഇനി നമ്മൾ കുറേ നാൾ ഈ ഒരു അസോസിയേഷൻ ഇല്ലാതാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ലേണിങ് മാറിപ്പോകാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ് സ്റ്റിമുലസ് ജനറലൈസേഷൻ. സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ആ എക്സ്പെരിമെൻറ്റിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കണ്ടു കാണും, ഇദ്ദേഹം പല കാര്യങ്ങൾ കൊണ്ട് ഇതിനെ റീപ്ലേസ് ചെയ്യുന്നു. ബെല്ല്, ലൈറ്റ്, വേറൊരു പിയാനോയുടെ ഒരു മ്യൂസിക്, ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഒരു ജനറലൈസ്ഡ് മാനറിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സ്റ്റിമുലസ് ജനറലൈസേഷൻ പറയുന്നത്. സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള അടുത്തൊരു പ്രിൻസിപ്പിളാണ് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ. സ്റ്റിമുലസുകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനും ഇൻഡിവിജ്വലിന് സാധിക്കും എന്നുള്ളതാണ് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ പറയുന്നത്. ദ ഇൻഡിവിജ്വൽ ലേൺസ് ടു റിയാക്ട് ഡിഫറെൻ്റ്ലി ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് എന്നുള്ളതാണ് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഈ 4 ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ബിഹേവിയറിസത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞതാണ് വാട്സനെ പറ്റി. വാട്സൺ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിഹേവിയറിസ്റ്റാണ്. ഇദ്ദേഹം ഈ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഈ ഒരു നമ്മുടെ പാവ്ലോവ് കൊണ്ടുവന്ന ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഈ ഒരു റിസൾട്ട് ഫോബിയാസിന് വേണ്ടിയിട്ട്, അതേപോലെ ഹാബിറ്റ് ഫോർമേഷന് വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിക്കാം എന്നുള്ളത് വാട്സൺ തൻ്റെ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കുകയുണ്ടായി. അങ്ങനെ വാട്സൺ ലിറ്റിൽ ആൽബർട്ടിൽ നടത്തിയ ഒരു പരീക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷണമാണ്. നമുക്ക് വാട്സനെ പറ്റി പഠിക്കാനില്ല, പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമ്മൾ വാട്സനെ പറ്റി അറിഞ്ഞിരിക്കണം. നമുക്ക് വാട്സൻ്റെ എക്സ്പെരിമെൻ്റ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. അതിനു മുമ്പ് ആ എക്സ്പെരിമെൻ്റ് എന്താണ് എന്ന് പറയാം. ഒരു ചെറിയ കുഞ്ഞാണ് ലിറ്റിൽ ആൽബർട്ട്. ലിറ്റിൽ ആൽബർട്ടിന് 9 മാസം പ്രായമുള്ളപ്പോൾ മുതൽ 11 മാസം പ്രായം ആകുന്നത് വരെയുള്ള ഒരു ഡ്യൂറേഷനിലാണ് വാട്സൺ ഈ എക്സ്പെരിമെൻറ്റിന് വേണ്ടി കുഞ്ഞിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലിറ്റിൽ ആൽബർട്ടിന് പിന്നെ റാറ്റിനെയോ അങ്ങനെ ഒന്നിനെയും പേടിയില്ലാത്ത ഒരു കുഞ്ഞാണ്. നമുക്ക് ആ എക്സ്പെരിമെൻറ്റിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കാണാം, ഒരു എലി കുഞ്ഞിൻ്റെ മേത്തൂടെ ഒക്കെ ഇഴഞ്ഞു പോയാലും കുഞ്ഞൊരു തരത്തിലും എന്ത് ചെയ്യുന്നില്ല, റിയാക്ട് ചെയ്യുന്നില്ല. കുഞ്ഞിന് ഇഷ്ടമാണത്, പേടിയൊന്നുമില്ല. പക്ഷേ പിന്നീട് എപ്പോൾ ഈ ഒരു എലി കുഞ്ഞിനടുത്തേക്ക് വരുന്നോ അപ്പോഴെല്ലാം വാട്സൺ പുറകിലൊരു പേടിപ്പിക്കുന്ന ഒരു സൗണ്ട്, ഒരു വലിയ ടിങ് എന്നൊരു ബെല്ലിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നുണ്ട്. അത് കേൾക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഞെട്ടും. അങ്ങനെ ക്രമേണ ഈ എലി വരുന്നുണ്ടെ എല്ലാം ഈ ബെല്ല് കേൾപ്പിക്കുന്നത് കാരണം കുഞ്ഞിന് എലിയെ കാണുമ്പോൾ പേടിയാണ്. ആക്ച്വലി ആ ബെല്ലിൻ്റെ സൗണ്ടിനോടുള്ള പേടിയാണ് കുഞ്ഞിന് വരുന്നത്, പക്ഷേ അത് എലിയോടുള്ള പേടിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എലിയോട് മാത്രമല്ല, രോമമുള്ള എന്തിനെ കണ്ടാലും പേടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കുഞ്ഞ് മാറുന്നതായിട്ട് നമുക്ക് ആ എക്സ്പെരിമെൻറ്റിൻ്റെ അവസാന ഭാഗത്ത് കാണാം. വാട്സൺ ഒരു സാന്റാക്ലോസിൻ്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് വരുമ്പോൾ ആ ഒരു മുഖംമൂടിയോട് പോലും കുഞ്ഞ് പേടിയോടുകൂടി കരഞ്ഞുകൊണ്ട് മാറുന്നതായിട്ട് കാണാം. അപ്പോൾ കുഞ്ഞിലൊരു ഭയം
ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു എക്സ്പെരിമെൻറ്റിന് സാധിച്ചു. ഇങ്ങനെ ഭയം ജനിപ്പിക്കാൻ മാത്രമല്ല, ഭയം ഇല്ലാതെയാക്കാനും ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ ഈ ഒരു കണ്ടീഷനിങ് എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. വേറൊരു കുഞ്ഞിന് ഇതുപോലെ ഒരു കരടി പാവയെ പേടിയാണ്. അപ്പോൾ ആ ഒരു പേടി ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്തത്, കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റിയുമായി ഇതിനെ അസോസിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ കുട്ടിക്ക് മധുരമുള്ള ഭക്ഷണം ഇഷ്ടമാണെങ്കിൽ അപ്പോൾ ഈ പാവയെ കുട്ടിയുടെ ഒരു വിസിനിറ്റിയിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ മധുരമുള്ള ഐസ്ക്രീം, ആ കുഞ്ഞിന് ഇഷ്ടമെങ്കിൽ ഐസ്ക്രീം കൊടുക്കുന്നു. ക്രമേണ ഡൈനിങ് ടേബിളിലേക്ക് ഈ പാവയെ നമ്മൾ കൊണ്ടുവരുന്നു ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് തന്നെ. പിന്നെ അതിനെ കുഞ്ഞിൻ്റെ തൊട്ടടുത്ത ചെയറിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ഐസ്ക്രീമിനോടുള്ള ഇഷ്ടത്തിൽ ഇത് കഴിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ആ പേടി, ഈ പാവ അടുത്തടുത്ത് വരികയുണ്ട്, പക്ഷേ അത് കുഞ്ഞ് ആക്ച്വലി ശ്രദ്ധിക്കുന്നില്ല. എന്നാലൊരു ശ്രദ്ധ അങ്ങോട്ട് പോകുന്നുമുണ്ട്. പക്ഷേ ഈ ഒരു ഐസ്ക്രീമിൻ്റെ ഇഷ്ടവുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഭയത്തെ എന്ത് ചെയ്യാൻ പറ്റും, ഇല്ലാതെയാക്കാൻ സാധിക്കും. അങ്ങനെ അവസാനം കുഞ്ഞിൻ്റെ മടിയിൽ ഈ പാവയെ വയ്ക്കുകയും കുഞ്ഞ് പക്ഷേ പേടിയൊന്നും ഇല്ലാതെ തന്നെ ഐസ്ക്രീം കഴിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കണ്ടീഷൻ ചെയ്തെടുത്തിട്ടുള്ള പരീക്ഷണങ്ങളുണ്ട്. നമുക്ക് വാട്സൺ ലിറ്റിൽ ആൽബർട്ടിൽ ചെയ്ത എക്സ്പെരിമെൻ്റ് ഒന്ന് കണ്ടു നോക്കാം. For establishing the behavior school of psychology, carried out one of the most influential psychology studies in the 1920s that would later on be something that would never be forgotten. Classical conditioning, first experimented by Ivan Pavlov, was used on a dog when an unconditional stimulus was used to produce an unconditional response, and a conditioned stimulus was used to produce a conditioned response. This was later on extended by Watson in his demonstration of the Little Albert experiment. In Watson's experiment, a little baby Albert was used to be conditioned. He was born to a woman who was a nurse in the Harriet Lane Home of Invalid Children. Although raised in a hospital environment, Albert developed normally and was very stable. Ivan Pavlov was indeed able to condition a dog. Could Watson now do the same thing in humans? Now to the actual experiment itself. First off, Watson presented little Albert objects that he was not afraid of. Objects that Albert initially liked. These included fire, a monkey, a dog, a rabbit, finally, a white rat. Albert in particular liked the white rat. From all these clips, notice Albert's positive reactions. And now comes the conditioning. To start off the conditioning, when Albert reached to touch the rat, a loud bar was struck whenever Albert reached for the rat. Here, Albert first off fell forward and was startled, but he did not cry yet. But he reached for it for a second time and heard it, and then he started to cry. Watson had indeed conditioned a fear response in little Albert. Albert was then shown a rabbit. He immediately cried and got as far away as possible from it. Then a dog was also brought in. Albert did not cry right away. He was acting cautious, and it was only when the dog came right up to his head that he began to cry and tried to get away from it. After this, a seal fur coat was brought in. Albert turned away from it and was agitated. Then Watson used a Santa Claus mask, in which invoked an even more negative response by baby Albert. From the previous experience,
from the white rat. Little Albert suddenly became afraid of familiar objects that had the same characteristics as the white rat. This phenomenon was known as generalization. ഈ എക്സ്പെരിമെൻറ്റിൽ കുട്ടി കമ്പിളി കാണുമ്പോഴും സാന്റാക്ലോസിൻ്റെ മുഖംമൂടി കാണുമ്പോഴും എല്ലാം ഭയക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ ജനറലൈസേഷൻ, സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്നുള്ള പ്രിൻസിപ്പിളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ദ ഇൻഡിവിജ്വൽ റെസ്പോൺസ് ടു ദ സ്റ്റിമുലസ് ഇൻ എ ജനറലൈസ്ഡ് വേ എന്നുള്ള ആ ഒരു കാര്യമാണ് നടക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു തിയറിയുടെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ കണ്ട പരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഗുഡ് ഹാബിറ്റ്സ് വളർത്തിയെടുക്കാനായിട്ട്, അതായത് ക്ലെൻലിനെസ്, പങ്ക്ച്വാലിറ്റി ഇതുപോലെയുള്ള ഗുഡ് ഹാബിറ്റ്സ് വളർത്തിയെടുക്കാനായിട്ട് ഈ ഒരു തിയറി നമ്മളെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആങ്സൈറ്റി, ഫിയർ, ഫോബിയ ഇതൊക്കെ ഇല്ലാതെയാക്കാനും ഈ ഒരു തിയറി, ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി നമ്മളെ സഹായിക്കുന്നുണ്ട്. അതേപോലെ ടീച്ചിങ്ങിനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതായത് ടീച്ചറെ കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ കുട്ടി ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് കുട്ടി ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മളോട് കുട്ടിക്കൊരു ഇഷ്ടം വേണം. അപ്പോൾ നമ്മളോട് ഇഷ്ടം തോന്നത്തക്ക രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരിക്കണം നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതായത് രണ്ട് സ്റ്റിമുലസുകളെ തമ്മിൽ നമ്മൾ ക്ലബ് ചെയ്യുകയാണ്, സബ്ജക്റ്റും ടീച്ചറും. അപ്പോൾ ഇഷ്ടം എന്ന് പറയുന്ന റെസ്പോൺസ് സബ്ജക്റ്റിനോടുണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ടീച്ചറോടുള്ള ഇഷ്ടത്തെ കൊണ്ട് നമ്മളതിനെ റീപ്ലേസ് ചെയ്യിക്കുന്നു. ഫുഡും ബെല്ലും കൊണ്ട് സലൈവേഷൻ ഉണ്ടാക്കിയതുപോലെ നമ്മൾ ടീച്ചറോടുള്ള ഇഷ്ടത്തിലൂടെ സബ്ജക്റ്റിനോടുള്ള ഇഷ്ടം ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ കുട്ടിക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ടീച്ചേഴ്സായിട്ട് നമ്മൾ മാറണം. ഇല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് കുട്ടി വെറുത്തു പോകും. അപ്പോൾ ഒരു സബ്ജക്റ്റിനോടുള്ള ഇഷ്ടക്കേട് ടീച്ചറിനോടുള്ള ഇഷ്ടക്കേടിൽ നിന്ന് ഉണ്ടാകാറുണ്ട് പലപ്പോഴും. ടീച്ചറിൻ്റെ പെരുമാറ്റത്തിനോടുള്ള അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ചില കാര്യങ്ങളോടുള്ള ഇഷ്ടക്കേടിൽ നിന്ന് കുട്ടികൾ ആ സബ്ജക്റ്റിനെ തന്നെ വെറുത്തു പോകുന്ന ഒരു രീതി നമ്മൾ കാണാറുണ്ട്. അപ്പോൾ കുട്ടിയെ നമുക്ക് എന്ത് ചെയ്തെടുക്കാം, കണ്ടീഷൻ ചെയ്തെടുക്കാം. നമ്മളുടെ സബ്ജക്റ്റിനോട് ഇഷ്ടമുള്ളവരായിട്ട് നമുക്കവരെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കുട്ടിയെ കണ്ടീഷൻ ചെയ്തെടുക്കണമെങ്കിൽ നമ്മളോട് അവർക്കൊരു ഇഷ്ടമുണ്ടാകണം. അങ്ങനെ സ്നേഹം തോന്നത്തക്ക രീതിയിലുള്ള പെരുമാറ്റമായിരിക്കണം എല്ലാ അധ്യാപകരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. അത് അഭിനയമൊന്നും ആകരുത്. കുഞ്ഞുങ്ങളെ ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളോട് തിരിച്ച് സ്നേഹമുണ്ടാകും, നമ്മൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിനോടും സ്നേഹം ഉണ്ടാകും. അപ്പോൾ നമുക്കൊരു ലേണിങ്ങിനോട്, നമ്മളുടെ സബ്ജക്റ്റിനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഒരു കണ്ടീഷനിങ് കൊണ്ട് സാധിക്കും. അതേപോലെ ആൽഫബറ്റ്സ് ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത്, അതേപോലെ മാത്തമാറ്റിക്സിലെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് പഠിപ്പിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു തിയറിയുടെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ദിവസം അടുത്ത തിയറിയുമായിട്ട് കാണാം. താങ്ക് യു.